ഹലോ, നമ്മൾ ഇന്ന് ജപ്പാനിലെ ടോക്കിയോയിൽ APA ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫെസിലിറ്റീസ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവർ നല്ലൊരു ക്യൂട്ട് ഒരു ഒറിഗാമി ബേർഡിന് വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽസ് അവൈലബിൾ ആണ്, കെറ്റിലുണ്ട്. പിന്നെ എല്ലാ ഹോട്ടൽസിലും അവർ ഒരു നൈറ്റ് ഗൗൺ തരും, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ചെറിയ മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ സ്വിച്ച് ആണ്. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ എല്ലാ മാസ്റ്റർ സ്വിച്ച് ഇവിടെ നിന്ന് തന്നെ മാസ്റ്റർ സ്വിച്ച് വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഫുൾ ലൈറ്റ്സ് ഇവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ റൂമിൻ്റെ ലൈറ്റ് ഉണ്ട്, ഡെസ്ക് ലൈറ്റ്, പിന്നെ ബെഡിൻ്റെ ലൈറ്റ്, ബെഡ് ലാമ്പ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കുണ്ട്, എല്ലാം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ AC-യുടെയും ഇവിടെ തന്നെയാണ്. വേറൊരു ഫെസിലിറ്റി എല്ലായിടത്തും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ചാണ് നമ്മുടെ. അപ്പോൾ അതിങ്ങനെ എല്ലാ റൂംസിലും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് ഒരു സ്പേസിൽ അത് അവിടെ ഉണ്ടാവും, ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ TV ആണ്. TV-യിൽ നമുക്ക് നമ്മുടെ വൈഫൈ പാസ്വേഡ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ വരുമ്പോൾ തന്നെ ഇത് ഓൺ ആയിരിക്കും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ സാൻഡിൽസും സ്ലിപ്പേഴ്സും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വളരെ സ്മോൾ സ്പേസ് ആണ്, പക്ഷെ എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇതിന്റെ കമോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹീറ്റഡ് ഇതായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്, അപ്പോൾ നല്ല വാം ആയിട്ടാണ്. പിന്നെ നമ്മൾ ടോയ്ലറ്റ് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വാട്ടർ ഓസിലേറ്റിങ് എല്ലാ പ്രഷർ സെറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടോയ്ലറ്ററീസ് എല്ലാം അവൈലബിൾ ആണ്, ഷവർ ക്യാപ്സ്, ഇയർബഡ്സ്, ബ്രഷ്, പേസ്റ്റ്. പിന്നെ ഇവിടുത്തെ കണ്ടോ കോംബ്, ടവല്, ബോഡി ടവൽ, പിന്നെ റേസറൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടോ ചെറിയൊരു ലിമിറ്റഡ് സ്പേസിലാണ് നമുക്ക് കുളിക്കാനും എല്ലാം ഇത് ഇവിടെ തന്നെയാണ്. അപ്പം എല്ലാത്തിനും കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ചിനകത്ത്, ഈ ഒരു ടാപ്പിനകത്താണ്. ഇപ്പോൾ വാഷ് ബേസിൻ യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് കുളിക്കണമെങ്കിലും എല്ലാം ഇവിടെ നിന്നാണ് അതിൻ്റെ കൺട്രോൾ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ കണ്ടീഷണർ, ബോഡി ലോഷൻ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ വളരെ ഒരു ലിമിറ്റഡ് സ്പേസ് ആണ്, പക്ഷേ ഓൾ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. ഇതുപോലെ കൂടുതൽ ജപ്പാൻ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.